ശ്രീപാർവതീ ഹൃദയനാഥ കൃപാംബുരാശേ ഭൂദേശദേവാ ശിവശങ്കര ചന്ദ്രമൗലേ ലോകേശ സർവമദാന്തക വാമദേവ ശ്രീവിശ്വനാഥ തവ ബാസുര സുപ്രഭാതം. യുധിഷ്ഠിര, അങ്ങനെ ഉപമന്യു മഹർഷിയുടെ ഉപദേശമൊക്കെ കേട്ട് അതെല്ലാം ശിരസാ വഹിച്ച് ഞാൻ തപസ്സിന് പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവിടെ വച്ച് തപസ് അങ്ങോട്ട് ആരംഭിച്ചു. അങ്ങനെ ഒരു 6 മാസം തപസ് ചെയ്തപ്പോൾ ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് കൂടി പ്രത്യക്ഷപ്പെട്ടു. 2 പേരും വരങ്ങൾ കൊണ്ടങ്ങോട്ട് നിറച്ചു. പരമേശ്വരൻ ഒരു 8 വരവും ശ്രീപാർവതി ഒരു 8 വരവും തന്നു. എന്നിട്ട് 2 പേരും കൂടി ഒരു സൽപുത്രനുണ്ടാവാൻ വേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ മഹാദേവൻ്റെ അപാരമായ മഹിമയുടെ ഒരു ചെറിയ അംശം ഉപമന്യു മഹർഷിയിൽ നിന്നും കേൾക്കുകയും തപസ്സിൽ കൂടി ഞാനത് കാണും അനുഭവിക്കുകയും ഒക്കെ ചെയ്തു. വാക്കിനും മനസ്സിനും പ്രവർത്തിക്കും ഒക്കെ അതീതമാണ് അവിടുത്തെ മഹിമ. മുമ്പ് ഉപമന്യു മഹർഷി എനിക്ക് തന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കൂടി ശ്രീ പരമേശ്വരൻ്റെ നാമങ്ങളും അവയുടെ മാഹാത്മ്യവും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ചു. അത് ഞാനിപ്പോൾ ചുരുക്കി പറയാം. ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ തണ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മഹർഷി ഉണ്ടായിരുന്നു. വലിയ താപസന, വലിയ ശിവഭക്തനും ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങളും ഉപമന്യുവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ശ്രീ പരമേശ്വരൻ്റെ തിരുനാമ മാഹാത്മ്യം. തണ്ഡി മഹർഷി ഒരു കാലത്ത് അതികഠിനമായ തപസ്സുകൊണ്ട് ശ്രീ പരമേശ്വരനെ ആരാധിക്കുകയുണ്ടായി. അങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവത് ദർശനം കിട്ടി. അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. ഭഗവത് മഹിമയുടെ പല വശങ്ങളും കൂടിച്ചേർന്നതായിരുന്നു ആ സ്തുതി. അതുകൊണ്ട് പതിവായി ആ സ്തുതി കൊണ്ട് ഭഗവാനെ സേവിക്കുന്നവർക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും അതുവഴി ജന്മസാഫല്യവും ഉണ്ടാവും എന്ന് ഉപമന്യു മഹർഷി എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. പ്രത്യക്ഷപ്പെട്ട പരമശിവൻ തണ്ഡി മഹർഷിയെ അനുഗ്രഹിച്ചു. മഹർഷിക്ക് ഒരേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, എപ്പോഴും പരമശിവഭക്തിയിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നായിരുന്നു ആവശ്യം. ഭഗവാൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വരം കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഭഗവാൻ അന്തർധാനം ചെയ്തു. അതിനുശേഷം ബ്രഹ്മദേവനിൽ നിന്ന് ശ്രീ പരമേശ്വരൻ്റെ 10 വിധത്തിലുള്ള സഹസ്രനാമങ്ങളും വേറെ ദിവ്യമായ കുറേ നാമങ്ങളും തണ്ഡി മഹർഷിക്ക് ബ്രഹ്മദേവനിൽ നിന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതിൽ അതിപ്രധാനവും വേദമന്ത്രതുല്യവുമാണ് ശ്രീ ശിവസഹസ്രനാമം. ആ ശ്രീ ശിവ സഹസ്രനാമത്തെ ഭക്തിയോടുകൂടി നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ശാസ്ത്രപാഠമോ വേദാഭ്യാസമോ തപസ്സോ ഒന്നും കൂടാതെ തന്നെ ഭഗവത് കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ജന്മസാഫല്യത്തെ പ്രാപിക്കാം, സംശയമില്ല. അത്രയ്ക്ക് മഹിമയേറിയതാണ് ഈ ശ്രീ ശിവ സഹസ്രനാമം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ദൈവിക കർമ്മങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും യാഗം കൊണ്ടും ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും കിട്ടാവുന്ന ഫലമെല്ലാം ഈ നാമജപം കൊണ്ട് സാധിക്കും. അസാധാരണമായ ഈ നാമമാഹാത്മ്യത്തെ ഉപമന്യു എന്നോട് പല പ്രാവശ്യം പറയണ്ടായിട്ടുണ്ട്.
അങ്ങനെയുള്ള ഈ ദിവ്യനാമത്തെ ശ്രവിക്കാൻ കഴിയുന്ന ആൾ തന്നെ വലിയ ഭാഗ്യവാനാണത്രേ. അതുകൊണ്ട് യുധിഷ്ഠിര, ഞാൻ ആ സഹസ്രനാമത്തെ അങ്ങക്ക് ഉപദേശിച്ചു തരാം. ഭക്തി പുരസരം ആ സഹസ്രനാമത്തെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കൂ. അതോടുകൂടി അങ്ങക്ക് ജന്മസാഫല്യം കിട്ടും എന്നും പറഞ്ഞ് ആ ശ്രീ ശിവ സഹസ്രനാമത്തെ ഉപദേശിക്കാൻ തുടങ്ങി. ഓം സ്ഥിരസ്ഥാണു പ്രദൂർഭാനു പ്രവരോ വരദോ വര സർവാത്മാ സർവവിഖ്യാത സർവകരോ ഭവ. അങ്ങനെയുള്ള 123 ശ്ലോകങ്ങളും ഭഗവാൻ യുധിഷ്ഠിരനെ ചൊല്ലി കേൾപ്പിക്കുകയുണ്ടായി. യുധിഷ്ഠിര, ദിവ്യമായ ഈ സഹസ്രനാമത്തെ ജപിക്കൂ എന്നും പറഞ്ഞ് വേറെയും കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.